എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം സീരീസിലെ 15ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓഡിയോ ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് വിയറ്റ്നാം സീരീസ് ഏകദേശം 15 ഭാഗമായി എന്നുള്ളത് മനസ്സിലായത്. അധികം ലെങ്ത് ഇല്ലാണ്ട് ഏകദേശം 10-15 മിനിറ്റുള്ള വീഡിയോകളായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഭാഗങ്ങളായിട്ട് ഇത് വന്നത്. ചെറിയ വീഡിയോകളാക്കിയത് എൻ്റെ സമയക്കുറവ് ഒരു ഫാക്ടറായിരുന്നു കേട്ടോ. ഇനിയുള്ള വീഡിയോസ് കുറച്ചുകൂടി ഒന്ന് ലെങ്ത് കൂട്ടി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ വിയറ്റ്നാമിലെ ഹനോയ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയിലാണ് കേട്ടോ ഉള്ളത്. ഏകദേശം ഉച്ചയൊക്കെ ആയതോടുകൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ കറക്കം തുടങ്ങിയത്. ഞങ്ങൾ ഇന്നൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറാണ് എടുത്തേക്കണത്. രണ്ട് അട്രാക്ഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാമത്തേൻ്റെ അടുത്തേക്കാണ് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ മൊത്തം ചരിത്രം മാത്രമുള്ള ഒരു എപ്പിസോഡായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോണത്. വിയറ്റ്നാമിൻ്റെ 1 ലക്ഷത്തിൻ്റെ നോട്ടുമേ ഉള്ളൊരു ഫോട്ടോ ഉണ്ട്. ആ ഒരു അട്രാക്ഷൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്നാണ് കേട്ടോ അത് അറിയപ്പെടുന്നത്. ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഏകദേശം 250 രൂപയാണ് ഒരാൾക്ക്. ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ട് ഇപ്പോൾ സമയം. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ കോമ്പൗണ്ടിൻ്റെ എൻട്രി ഗേറ്റ് ആണ് ഈ കാണുന്നത്. വാങ് മിയു കോക് തു ഗയാം എന്നാണ് ഈ കോമ്പൗണ്ട് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഇതിൽ വാങ് മിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറും കോക് തു ഗയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പീരിയൽ അക്കാഡമിയുമാണ്. 1070 ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ പണി കഴിഞ്ഞത്. പിന്നെ ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഈ ഒരു കോമ്പൗണ്ട് 5 കോർട്ട്യാർഡുകളായിട്ടാണ് തിരിച്ചേക്കണത്. അതിലാദ്യത്തെ കോർട്ട്യാർഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത്. ആദ്യത്തെ കോർട്ട്യാർഡിൽ നിന്ന് രണ്ടാമത്തെ കോർട്ട്യാർഡിലേക്ക് കയറാനായിട്ട് 3 വഴികളാണുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഈ കയറുന്ന ഗേറ്റിൽ കൂടെയാണ് രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കയറിക്കൊണ്ടിരുന്നത്. നമ്മൾ രണ്ടാമത്തെ കോർട്ട്യാർഡിലേക്ക് കയറി കഴിഞ്ഞിട്ട് നേരെ അറ്റത്ത് കാണുന്നതാണ് ഹനോയ് സിറ്റിയുടെ സിമ്പൽ. ഹുവേ വാൻ കാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇത് ആകാശത്തുള്ള കുവെന്ന് പേരുള്ളൊരു ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർ കോൺസ്റ്റലേഷനെയാണ് ഇത് സിംബലൈസ് ചെയ്യണത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് കിട്ടിക്കൊണ്ടിരുന്ന മഴ കുറച്ചു നേരം മുമ്പ് വരെ ഇവിടെയും പെയ്തേർന്ന്. ഇപ്പം തൽക്കാലത്തേക്കൊന്നും മഴ മാറിയിരിക്കണത് വലിയൊരു ആശ്വാസമായി. ഈ കോമ്പൗണ്ടിലെ ആദ്യത്തെ 2 കോർട്ട്യാർഡുകളിലും മരങ്ങളും ചെടികളും അതുപോലെ തന്നെ പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഉള്ളത്. പിന്നീടുള്ള 3 കോർട്ട്യാർഡുകളിലാണ് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം ഉള്ളത്. ഈ പരിസരം മുഴുവനും മരങ്ങളും ചെടികളും എല്ലാം വെച്ച് നന്നായിട്ട് പച്ചപ്പ് നിലനിർത്തിയേക്കാണ്. സിറ്റിയുടെ നടുക്കാൻ ഇത്രയും പച്ചപ്പുള്ളൊരു കോമ്പൗണ്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചരിത്രമൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങളിങ്ങോട്ട് വന്നത് തന്നെ. മൂന്നാമത്തെ കോർട്ട്യാർഡിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കുളമാണ്. തെങ് ക്വാങ് വെൽ എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. ഇത് വെൽ ഓഫ് ഹെവൻലി ക്ലാരിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് കയറി വന്ന ആ ഗേറ്റ് സ്കൈനെ സിംബലൈസ് ചെയ്യുമ്പോൾ ഈ വെല്ല് ഗ്രൗണ്ടിനെയാണ് സിംബലൈസ് ചെയ്യണത്. അതുകൊണ്ടാണ് ആകാശത്തിനെയും ഭൂമിയെയും സിംബലൈസ് ചെയ്യണ ഈ പരിസരത്ത് വെച്ച് തന്നെ വിയറ്റ്നാമിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ പഠിപ്പിക്കാമെന്ന് ഇവർ തീരുമാനിച്ചത്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ വിയറ്റ്നാമിൻ്റെ നാഷണൽ ട്രഷേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന കല്ലും കൊണ്ടുള്ള ഫലകങ്ങൾ 82 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 82 എക്സാമുകളും 1304 ഡോക്ടർമാരെ പേരുകളുമാണ് ഇതിൽ കൊത്തി വച്ചേക്കുന്നത്.
ഇതിൽ പേര് വന്നെന്നുണ്ടെങ്കിൽ ഏകദേശം 10-15 വർഷത്തെ പഠിത്തവും അതുപോലെ തന്നെ 3 പരീക്ഷകൾ പാസ്സാവുകയും ചെയ്യണമായിരുന്നു. ഇതിൽ ആദ്യത്തെ എക്സാം ബാച്ചിലർ ഡിഗ്രിക്ക് ഇക്വലൻറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാം PhDക്ക് ഇക്വലൻറ്റും ആയിരുന്നു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിക്കാലോ. ഇപ്പം നമ്മൾ 4ാമത്തെ കോർട്ട്യാർഡിലേക്കാണ് കയറാൻ പോണത്. ദായ് തൻ ഗേറ്റ് എന്നാണ് ഈ ഗേറ്റ് അറിയപ്പെടുന്നത്. കൺഫ്യൂസിയസ് എന്ന് പേരുള്ള ഒരു ഫിലോസഫറിനെ ആരാധിക്കുന്ന സ്ഥലമുണ്ട് അത്. ഈ കൺഫ്യൂസിയസ് ആർന്ന് കൺഫ്യൂസിയാനിസം എന്ന് പറഞ്ഞൊരു ചിന്താഗതിയുടെ ഫൗണ്ടർ. പണ്ടത്തെ കാലത്ത് ആളുകളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു ചിന്താഗതിയായിരുന്നത്. ഈ ഒരു കോമ്പൗണ്ടിൽ വിയറ്റ്നാമീസുകാരേക്കാൾ കൂടുതൽ വിദേശികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണയായിട്ട് നമ്മൾ ചൈനീസ് ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന അതേ ഒരു അപ്പിയറൻസിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതേ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ കുറേയധികം രൂപങ്ങളും പഴങ്ങളും പൂക്കളൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ റെഡ് കളറുടെ തീമാണ് എല്ലായിടത്തും നിറഞ്ഞേക്കുന്നത്. ഈ പഴങ്ങളും പൂക്കളും എല്ലാം ആളുകൾ കാഴ്ചയായിട്ട് സമർപ്പിച്ചേക്കണതാണെന്നാണ് തോന്നുന്നത്. അഞ്ചാമത്തെയും അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കോർട്ട്യാർഡിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത്. ഏകദേശം 700 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രമുണ്ട് കേട്ടോ ഈ പരിസരത്തിന്. – 1076 കോക് തു ഗയാം എന്ന് പറഞ്ഞ സ്കൂൾ സ്ഥാപിച്ചത്. അതിനുശേഷം ഏകദേശം 700 വർഷത്തോളം ഇത് ഫങ്ഷണലായിരുന്നു. വിയറ്റ്നാമിലെ നാഷണൽ ടാലൻറ്റ് ട്രെയിനിങ് സെൻറ്ററും പ്രവർത്തിച്ചേർന്നത് ഇതിൽ തന്നെയായിരുന്നു. 1946 ഫ്രഞ്ച് കോളനൈസേഷൻ്റെ കാലത്ത് ഇത് തകർക്കപ്പെട്ടായിരുന്നു. പിന്നീട് 2000 ആണ്ടിലാണ് ഇതിവിടെ പുനർനിർമ്മിച്ചത്. ഈ കോർട്ട്യാർഡിൻ്റെ 2 സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളും പണ്ടത്തെ ഇവിടുത്തെ ലെക്ചർ ഹോളും ഡോർമെട്രിയും അതുപോലെ തന്നെ ലൈബ്രറിയൊക്കെ ആയിരുന്നു. ഈ സ്കൂൾ ഇപ്പോൾ പഠിപ്പിക്കാനായിട്ടൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. നേരെ കാണുന്ന ബിൽഡിങ്ങിൽ ഇവിടുത്തെ 3 രാജാക്കന്മാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടീച്ചറിനെയും ആരാധിക്കുന്ന സ്ഥലമാണ്. ചു വാൻ ആൻ എന്നാണ് ഈ ടീച്ചറുടെ പേര്. ഇതാണ് ചു വാൻ ആനിനെ ആരാധിക്കുന്ന സ്ഥലം. ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് ആരാധിക്കപ്പെടുന്ന ആളും ചു വാൻ ആൻ തന്നെയാണ്. ചുവാനാൻ്റെ ഫുള്ളായിട്ട് ബ്രോൺസിൽ പണിതൊരു പ്രതിമയാണ് നമ്മളിപ്പോൾ കാണുന്നത്. – 2003 ഈ പ്രതിമ പണിയാനായിട്ട് ഏകദേശം 50 ടൺ ബ്രോൺസാണ് വേണ്ടി വന്നത്.
ഇവിടെ രണ്ടാമത്തെ നിലയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ 3 സ്പേസുകളിലായിട്ട് ഇവിടുത്തെ രാജാക്കന്മാരുടെ പ്രതിമയാണ് ഒരുക്കി വെച്ചേക്കുന്നത്. ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിലേക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ചെയ്തേക്കുന്ന 3 രാജാക്കന്മാരാണ് ഇത്. ഇവിടെയൊക്കെ കുറച്ചു നേരം കറങ്ങി നടന്നപ്പോഴേക്കും മ്യൂസിയം ഏകദേശം പൂട്ടാനായിട്ടുള്ളൊരു സമയത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ അധികം സമയം കളയാണ്ട് ഞങ്ങളും പയ്യെ പുറത്തേക്ക് ഇറങ്ങണം. ഈ കോമ്പൗണ്ട് എല്ലാം ആ പഴമയൊന്നും പോകാണ്ട് നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേട്ടോ. ഇത്രയും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് ഈ കണ്ട വിദേശികളെല്ലാം ഇവിടെ വന്നതും. ഇതിൽ പലരും കുറേയധികം മണിക്കൂറുകൾ ഇതിൻ്റെ അകത്ത് ചിലവഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങണത് തന്നെ. ഞങ്ങൾ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അടുത്ത ഹോപ്പ് ഓൺ ഹോപ്പ് ബസ് കിട്ടി. ഇനി ചെറുതായിട്ട് സിറ്റി ഒന്ന് കറങ്ങാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ.